അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വലിയ വലിയ കാര്യങ്ങളില്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചെയ്യാനുള്ളതല്ലെന്ന് വിശദീകരിച്ച് തരാം. അതായത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മൾ ചെയ്യാനുള്ളതാണ് അല്ലെന്ന്. അത് നിങ്ങൾ ഇച്ചിരി നാട്ടുഭാഷയില്ലേ, അത് നിങ്ങളെ കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയും. അതുപോലെയുള്ള വിഷയങ്ങളാണ് ചില വിഷയങ്ങൾ. അപ്പം അത് അതേപോലെ അമ്മ കുറേ അധികം ധ്യാനിച്ച് അമ്മയ്ക്ക് കിട്ടിയൊരു കൺക്ലൂഷനാണത്. എന്താണ്? വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ശക്തനായവൻ ചെയ്യേണ്ടതാണെന്ന്. അതാണ് അമ്മ പറയണത്. ശക്തനായവൻ എനിക്ക് വലിയ, അപ്പം നീ ഇപ്പം അനുഭവിക്കുന്ന കാര്യം വലുതാണെങ്കിലേ ഞാനെന്ത് ചെയ്യും. എൻ്റെ അപ്പനൊരു പരിപാടി ഉണ്ടായി. എൻ്റെ അപ്പനെ അത് കോമഡിയോട് പറയുകയല്ല, ഞാൻ കണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ അപ്പൻ ഈ വിരലുണ്ടല്ല, ഇത് ഇങ്ങനെ ഇട്ടേണ്ടത് ഇങ്ങനെ ഈ മുൻപല്ലേ അടുത്ത പല്ലരും ഒരടിച്ചിട്ട് തള്ള വിരൽ കൊണ്ട് ഇങ്ങനെ വട്ടം വരക്കും, നിൽക്കണ വട്ടം ചെയ്യുന്നുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളു. അപ്പൻ എന്നിട്ട് പറയും, വേറെ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു അൽക്കുലത്ത് വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ പറയും എന്താ ചെയ്യുക. ഇപ്പം എനിക്ക് പിന്നീട് വലുതായപ്പോഴേ അപ്പൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വട്ടം വരയ്ക്കാനൊക്കെ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ കാരണം അപ്പനെ ഉണ്ടായതിനെ കൂടുതലും ദിവ്യകാരുണ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മ കൂടെ നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഭയങ്കര മിഴിവാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് അമ്മയുമായിട്ട് പോകുമ്പോഴാണ് ദിവ്യകാരുണ്യം ഒരുതരം കെട്ടിലായ അവസ്ഥ വരും. ദിവ്യകാരുണ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പാടല്ലേ. കർത്താവ് എന്തോ ഒരു പെയിൻ എടുത്ത് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നതിന് പിന്നിൽ ഈശോയ്ക്ക് ഭയങ്കര മുതൽമുടക്കാര്യത്തിൽ ലൈഫ് ഈ കുരിശു മരണ പീഡാനുഭവങ്ങളില്ലേ, അതിനുശേഷം ദിവ്യകാരുണ്യം ആകണത് ഈശോ. അപ്പോൾ വല്ലവരുമൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ചെന്നാതൊന്നും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ദിവ്യകാരുണ്യത്തെ അങ്ങനെ അപ്രോച്ചബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരുണ്യ അപ്രോച്ച് വെച്ചാൽ ദിവ്യകാരുണ്യ പ്രോസസ്സിലേക്ക് ഈശോ വരുന്നതിന് മുമ്പ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യം. ഭൂമിയിലെ മഹത്വമാണ് ദിവ്യകാരുണ്യം എന്ന് പറയണത്. സ്വർഗത്തിലെ മഹത്വം പോലെ ഭൂമിക്കും ഈ പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ 2 മഹത്വ സാന്നിധ്യങ്ങളുണ്ടാക്കി. ഒന്ന് നമ്മുടെ കൂടെയുള്ള മഹത്വ സാന്നിധ്യം, രണ്ടാമത്തത് സ്വർഗത്തിലുള്ള മഹത്വ സാന്നിധ്യം. ലൂക്ക 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പം അത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കാലാവസ്ഥയിലാണ് ഈ വെളിപാട് വരണത്. ഈശോ അതിനുള്ളിൽ എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യമായി മാറിയല്ല. എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യം ആദ്യം അനുഭവിച്ചവരല്ലേ പിന്നീട് അവർ നിരാശപ്പെട്ട് തിരിച്ചുപോയ എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു പോണത്. അപ്പം ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തിരിച്ച് താൻ ഏത് വെച്ചാണോ തിരിച്ചു പോകുന്നത്, വേദനിച്ചും നിരാശപ്പെട്ടും പോകുന്നത്, അത്യാവശ്യത്തോടെ അതിലേക്ക് തിരിച്ചു വിടുന്ന ദിവ്യകാരുണ്യമാണ്. അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നതുപോലെയുള്ള അവസ്ഥ അവിടെ നിന്നാണ് നമ്മുടെ ദിവ്യകാരുണ്യം ആരംഭിക്കുന്നത്.
അപ്പോൾ ഭൂമിയിൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് അറിയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് മിശിഹയുടെ സഹനത്തിലൂടെ 2 മഹത്വ സാന്നിധ്യം കിട്ടി. ഒന്ന് സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ മഹത്വം, ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതാണ് ഇപ്പോൾ ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ് ദിവ്യകാരുണ്യം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിൽ ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിലുള്ള ആത്മബന്ധവും സത്താപരമായ ഷെയർ, പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. അല്ലാതെ വികാരനാണല്ലോ അവിടെ ഇരിക്കണമെന്ന് മുട്ടുകുത്തിയേക്കാമെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പങ്കാളിത്തം, നമുക്കൊരു ദൈവ ആരാധന കിട്ടും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷെ പങ്കാളിത്ത സാന്നിധ്യം എന്ന് പറയണത് വേറെയാണ്. ദിവ്യകാരുണ്യം ഭാഗിച്ച് വീതിച്ചിട്ട് ഇത് എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? അപ്പം പങ്കാളിത്ത സാന്നിധ്യത്തിന് ദിവ്യകാരുണ്യത്തിന് ഭയങ്കര വിലയാണ്. അപ്പം പങ്കാളിത്ത സാന്നിധ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ഈ മിശിഹായെ ദിവ്യകാരുണ്യം മുറിച്ച് കഴിയുമ്പോൾ സഭ ഒരു വല്ലാത്തൊരു വലിയ കാര്യം പറയും. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അതെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവെ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടത്തില്ല. മരണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൽ ഉണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തിൽ കുർബാനത്തിൻ്റെ കുർബാന സഹായിയെ കൊണ്ട് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശോ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ, വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവൂസിൽ സംഭവിക്കുന്നതും അന്ത്യത്താറ് സംഭവിക്കുന്നതും. പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വരണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ, അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിലും മുറിവും മരണമൊക്കെ ഉണ്ടാവും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിനും മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്നത് നിരാശയില്ലാത്തത് എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ല, അതല്ല. എല്ലാം ശരിയാകുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ അവിടെല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാത്തോളം കാലം എന്താ എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേരണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേരണത് ഒരു പക്ഷേ ചിലക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചതാരാ? അപ്പം അമ്മയെ വിളിച്ചോണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമില്ല. എൻ്റെ ദൈവവേദന, നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കോട്ടപ്പുറം രൂപത ക്രിസ്തുരാജ ദേവാലയ അംഗമാണ്.
ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകളും മരുമകനും വിദേശത്തായിരുന്നു. അവരുടെ കുട്ടികളെ എൻ്റെ അടുത്താക്കിയിട്ടാണ് അവർ പോയിരുന്നത്. 2021 മാർച്ച് 24-ാം തീയതി എൻ്റെ മോള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് കടിയേറ്റ് മരിച്ചു. അതറിഞ്ഞിട്ടാണ് എൻ്റെ മോള് വീട്ടിൽ നിന്ന് വരണത്. ഞങ്ങളാകെ മരണത്തിൻ്റെ വക്കീലേക്ക് 1 വർഷക്കാലം ഡിപ്രഷൻ മോഡലിൽ ഇങ്ങനെ നടന്നു. അതിന് ശേഷം യൂട്യൂബിൽ കൂടി കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ അവളും കെട്ടിച്ചാൻ അവളും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവളും ഉടമ്പടി എടുത്ത് 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനുള്ള, അവൾക്ക് മൂത്ത കൊച്ചിന് പോകാനുള്ള വിസ ശരിയായി. അവളും മൂത്ത കൊച്ചും അവൻ്റെ അടുത്തേക്ക് പോയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് അവനുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ലയ, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. എൻ്റെ ഇടവക തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂർ ആലമറ്റം മേരി ഇമാക്കുലേറ്റ് ചർച്ചാണ്. എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ മകളാണ് 2021 മാർച്ച് 24-ാം തീയതി പാമ്പ് കടിയേറ്റ് മരിച്ച്. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം ഒരു കുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ വിസ, എൻ്റെയും എൻ്റെ മൂത്ത മകൻ്റെയും വിസ ശരിയായി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു HSCയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, PSC. അപ്പോൾ PSC എക്സാം എഴുതുമ്പോൾ അച്ഛനെ കാണാനൊരു അവസരം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നു. PSCയുടെ എക്സാമിൻ്റെ പേപ്പർ കാണിച്ചു. അച്ഛനോട് PSCയുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ കാര്യവും അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് PSC വേണോ അതോ കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെയാണ് വേണ്ടത്, PSC അല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 9 മാസം എല്ലാം ശരിയാകും, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2024 ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വിദേശത്തായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് ചെക്കപ്പിന് പോയി. 5-ാം മാസം ചെക്കപ്പ് കഴിഞ്ഞു. എല്ലാം നോർമലാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 6-ാം മാസം ചെക്കപ്പിന് ചെന്നപ്പോൾ നോർമലായിട്ടുള്ള ചെക്കപ്പിനാണ് ചെന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് സ്കാനിങ്ങിൽ, അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ എടുത്തിട്ട് വരണം, എന്നാലും അടുത്തത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്തു. അതിനൊപ്പം തന്നെ ഇവിടെ ഞാൻ അവിടെ ആയതുകൊണ്ട് അമ്മച്ചനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി അമ്മച്ചാണ് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അതുകൊണ്ട് അമ്മച്ചി എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി കാര്യം പറയാൻ പറഞ്ഞു. അമ്മച്ചി അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് അയച്ചു കൊടുത്തു, മുമ്പത്തെ എല്ലാനും. അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അച്ഛനെയാണ് കണ്ടത്, ഒരു സിസ്റ്ററേയും കണ്ടു. പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, സ്കാനിങ്ങിലെല്ലാം നോർമലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്, സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 34 ആഴ്ചയായപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 35 ആഴ്ചയാകാതെ സിസേറിയനോ നോർമലോ ഒന്നും അവർ ചെയ്യില്ല, 35 ആഴ്ച ആവണ വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അതിനിവിടെ അഡ്മിറ്റ് ചെയ്യാം, അതല്ലാതെ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല, കൊച്ചിനാകെ 2 കിലോ താഴെ വെയിറ്റ് ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാണെങ്കിൽ എന്നെ മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ, ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല. മൂത്ത കുട്ടിയുള്ളത് കൊണ്ടും ഹസ്ബൻഡിന് ഏതു നേരം വരാനും പറ്റില്ല, കാരണം അവനെ ഹോസ്പിറ്റലിൽ കയറ്റില്ല. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. നമ്മളുടെ ഇവിടുത്തെ പോലെ ഫ്ലൂയിഡ് ലീക്കാവുമ്പോൾ കട്ടിൽ പൊക്കിയിടുക അതൊന്നുമില്ല. നോർമൽ രീതിയിൽ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണം, കൊച്ചിൻ്റെ മൂവ്മെൻ്റ് എടുക്കാൻ ഞാൻ തന്നെ നടന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഫ്ലൂയിഡ് ലീക്കായി എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടാതായി തുടങ്ങി. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഗൈനക്കോളജിനോട് പറഞ്ഞു, എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ഇയാളുടെ ടെൻഷനാണ്, പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും എല്ലാ ദിവസവും ഞാൻ വരുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും പറയും, അനക്കം കിട്ടുന്നില്ല. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും, നീ ഡോക്ടറോട് വെച്ചുകൊണ്ടിരിക്കില്ലേ, അനക്കം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നേഴ്സാണ്, ആളും പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് നമുക്ക് കുട്ടീനെ എടുക്കാം, റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് പറയും, 35 ആഴ്ച ആവാതെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ മോണിറ്റർ ചെയ്യും, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കും, അത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊരു ഫോട്ടോ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു, എനിക്ക് അയച്ചതായോ, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അമ്മച്ചു. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു.
അമ്മച്ചി അന്ന് ഇവിടെ വന്നു, രാവിലെ ഓഗസ്റ്റ് 3 ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, കാണിച്ചു കൊടുത്തു. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു പേടിക്കണ്ട, ഒക്കെ ഓക്കെ ആവും, ഇന്നെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഫ്ലൂയിഡ് ലീക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് അന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രാവശ്യം സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയി, അതുകൊണ്ടാണ് തനിക്കിപ്പോൾ കുട്ടിയുടെ മൂവ്മെൻ്റ് ഒന്നും കിട്ടാത്തത്, അല്ലാതെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താൻ വന്നപ്പോൾ കുട്ടിയുടെ ഹെഡ് താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ച് തിരിഞ്ഞു, കാല് താഴെയാണ്. മുൻപത്തെ 2 ഡെലിവറി രണ്ടും നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും ഇത് 99% സിസേറിയനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊച്ചിനെ തിരിച്ചിട്ടിട്ട് എടുക്കാൻ പറ്റുന്നതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് സിസേറിയൻ എന്നല്ലാതെ വേറൊരു മാർഗ്ഗം അതിനകത്തില്ല, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നമുക്കൊന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം, താൻ പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു നേഴ്സിനെ വിട്ടിട്ട് പറഞ്ഞു ആ കുട്ടീനോട് നേഴ്സ് ഭക്ഷണം കഴിക്കില്ലെന്ന് പറയാൻ നമുക്ക് എമർജൻസി ആയിട്ടൊരു C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല നേഴ്സ്, ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് അതിനൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കെന്നാൽ വെളുപ്പിന് ചെയ്യാം, ഇപ്പോൾ ഉള്ള ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് വെളുപ്പിനത്തെ ഗൈനക്കോളജിസ്റ്റ് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ റൂമിലാക്കി. അവർ വന്ന് എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയ ഒരു 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട്, അന്നാന്ന് പറഞ്ഞ് നമുക്ക് നടന്നു പോവാം, നടന്നു പോയിട്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞില്ല ഓപ്പണിംഗ് ആയിട്ടില്ല, തനിക്ക് സിസേറിയനേ ആവുള്ളൂ, നോർമൽ ആവില്ല, കൊച്ച് തിരിഞ്ഞാൽ കിടക്കുന്നത്, താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. തിരിച്ചെന്നെ റൂമിലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ഓരോ വേദന കൂടുമ്പോൾ ഞാൻ നേഴ്സുമാരെ വിളിക്കും, അവർ നോക്കിയിട്ട് പറയും, മോണിറ്റർ ചെയ്തിട്ട് പറയും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാണ്, പെയിൻ ആയിട്ടില്ല, ഇയാൾക്ക് തോന്നുന്നതാണ്, ഇവിടെ കിടന്നോ വെളുപ്പിന് ചെയ്യാമെന്ന് പറയും. 11:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ പ്രാവശ്യം പല്ലടിച്ചപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് നടന്നു പോയി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് ഞാൻ അവർ നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഓപ്പണിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പെയിൻ കൂടുകയും ഇവൻ്റെ കാല് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ സ്ട്രെച്ചറിലിട്ട് കൊച്ചിനെയും കൊണ്ട് ലിഫ്റ്റ് കയറി അവിടെ ചെന്ന് 11:35 ആയപ്പോഴാണ് ഞാൻ നടന്ന് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാൻ പോയത്. 11:45 ആയപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞു. 2 കിലോ ഉള്ളൂ, 35 ആഴ്ച ആവുന്നുള്ളൂ, ഇൻക്യുബേറ്ററിൽ ഇടണം, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടു. അമ്മയ്ക്ക് ഇവിടെ ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആണെങ്കിൽ 1 ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാം, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി വന്ന് കൊച്ചിന് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വീടും താമസിക്കുന്ന വീടും ഹോസ്പിറ്റലും തമ്മിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാ ദിവസവും പോയി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് അവർ ഹോസ്പിറ്റലുകാർ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊരു റൂം റെഡിയാക്കി തന്നു. ഞാനും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവിടെ നിന്നു. കൊച്ചിന് പാല് കൊടുത്തു. അധിക ദിവസങ്ങൾ കിടക്കാതെ തന്നെ മാതാവ് എല്ലാം പെട്ടെന്ന് അവൻ്റെ വെയിറ്റ് കൂടി, പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി, എല്ലാം നോർമലായി. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൽ നിന്ന് ഓഗസ്റ്റ് 15 മുൻപ് തിരിച്ച് വീട്ടിലെത്താനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് സിസേറിയനാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്, രാവിലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഈ സമയമായില്ലേ, വലിയ കോംപ്ലിക്കേഷനും വരാൻ വഴിയില്ല, മോള് പോയി ഇനി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഒരു ആപ്പിളേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല, അധികമൊന്നും കഴിച്ചില്ല. പക്ഷെ അത് കഴിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ ഇനി 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അന്നേരത്ത് മാതാവായിട്ടായിരിക്കാം എന്നെ കൊണ്ട് ആപ്പിൾ കഴിക്കാൻ തോന്നിയത്. ആ ആപ്പിൾ ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യാനാണ് നിന്നിരുന്നത്. അതില്ലാതിരിക്കാൻ ആ ഒരു ആപ്പിൾ കഴിച്ചതുകൊണ്ട് മാത്രം അമ്മ മാതാവ് അതെനിക്കൊരു എത്രയും പെട്ടെന്ന് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടേഴ്സ് 99% സിസേറിയൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നോർമൽ ഡെലിവറിയിലൂടെ എനിക്കെൻ്റെ മകനെ തന്നു. ഒരുപാട് നന്ദി അമ്മ മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ
ഓൾഡ് ഏജ് ഹോമിയോളിൽ പോയി ഭക്ഷണത്തിന് പൈസ കൊടുക്കും. എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മരുന്നിന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. എല്ലാ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. ആത്മീയമായിട്ട് ഈ ഒരു കാരണത്താൽ ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിലേക്ക് അടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ മൂത്ത മോന് നല്ലൊരു ജോലി മാറിക്കിട്ടാൻ വേണ്ടി കൊടുത്തു. അത് കിട്ടി. മാതാവ് തന്നു. ഇളയ മോന് ജോലി കിട്ടി. മരുമകൾക്ക് ജോലി. എല്ലാ കാര്യങ്ങളും ചോദിച്ചതിലപ്പുറം ഒരു പൂ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തന്നപ്പോൾ കുഞ്ഞിനെയും തന്നു. എല്ലാം ഒന്നിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ദൈവത്തോട് കൂടുതൽ അടുക്കാനും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. യൂട്യൂബിലെ ധ്യാനങ്ങൾ കേൾക്കും. ധ്യാനങ്ങൾ കൂടും. സാക്ഷ്യങ്ങൾ കേൾക്കും. അതാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും വീട്ടിൽ ചെയ്തും കൊണ്ടിരിക്കുന്നത്. മൊബൈൽ വെച്ച് കുത്തിരുന്ന് കാണലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവകുമാരനും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കാൻ മാതാവ് എന്നെയും ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തന 139:16 വചനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ കൈവശമുള്ള ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ വിജയം ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നാണ്. നമുക്ക് നമ്മുടെ വഴി കാണുന്നില്ല എന്ന് തോന്നുമ്പോഴും ദൈവം നമ്മുടെ ജീവിതം കാണുന്നുണ്ട് എന്നുള്ള ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നീ ഒരുപക്ഷെ അറിയപ്പെടാത്തവനാവാം, വില കുറഞ്ഞവനാവാം, പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടി മുന്നോട്ട് പോകാൻ കഴിയാതെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞു നിൽക്കുന്നവനാവാം. നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ശ്രദ്ധയിലുണ്ടെന്നാണ് ഇന്നത്തെ വചനം പറയുന്നത്. അനിശ്ചിതത്വത്തിനിടയിൽ ഉറപ്പ് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ശരിക്കും പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് ദൈവം നമ്മെ കാണുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ലിയ ജോസും അമ്മയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കുട്ടി, ഇവർ ജോലി എന്ന വിദേശത്താണ്. ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ഇവരുടെ താമസം. പാമ്പ് കടിച്ചാണ് രണ്ടാമത്തെ മകൾ മരിച്ചത്. ആ മരണശേഷം ഇവർ വളരെ പ്രയാസപ്പെട്ടു, സങ്കടപ്പെട്ടു. ഒത്തിരി തകർന്ന ആ നിമിഷങ്ങളിലാണ് ഈ അമ്മയും ഈ മകളും ഇവിടെ വന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും നല്ലൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മകള് ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾക്ക് നിയമപ്രകാരം നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് വേണം. ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതിനാൽ PSC എക്സാമാണ് ഈ മകൾ പറഞ്ഞത്. PSC എക്സാമിന് കാണാനായിട്ട് അച്ഛനെ കാണുവാനുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് ഇവിടെ വന്നത്. അച്ഛനെ കണ്ടപ്പോൾ ഈ മകൾ പ്രാർത്ഥനയോടൊപ്പം അച്ഛനോട് പറഞ്ഞത്, എനിക്കൊരു കുട്ടിയെ വേണമെന്നും കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ചോദിച്ചത്, മകളെ നിനക്ക് PSC വേണോ അതോ കൊച്ചിനെ വേണമോ എന്ന്. ഈ മകൾ പറഞ്ഞത് എനിക്കൊരു കുട്ടിയെ വേണമെന്നാണ്. വീണ്ടും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം പറഞ്ഞു 9 മാസത്തിനകം എല്ലാം ശരിയാകുമെന്ന്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് പ്രകാരം തന്നെ ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയും പിന്നീടുള്ള പ്രഗ്നൻസി പീരീഡിലുള്ള എല്ലാ ഡിഫിക്കൽട്ടീസും എല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മകൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. എങ്കിലും ഓരോ ആഴ്ചയിലും ഓരോ സ്കാനിങ്ങിന് പറഞ്ഞത് പ്രകാരം 34-ാം ആഴ്ചയിൽ വെള്ളം ലീക്കായിപ്പോയി. പിന്നീട് 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്നൊരു സ്ഥിതിയിലായി. സിസേറിയൻ ചെയ്യുവാനോ നോർമൽ ഡെലിവറിക്കോ പറ്റാത്തൊരവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് 2 കിലോയിൽ കുറവാണ്, താഴെയാണ് വെയിറ്റ്.
ആ അവസ്ഥയിൽ, ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ ഇവർക്ക് ആകെപ്പാടെയുള്ള ഒരു വഴി ഈശോയും അമ്മയും മാത്രമാണ്. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് ഈശോയും അമ്മയോടുമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചെന്നാണ് അവരെന്നോട് ഷെയർ ചെയ്തത്. അങ്ങനെ പിന്നെ ഈ വീണ്ടും മകൾ പറഞ്ഞത് കുട്ടിക്ക് അനക്കമില്ല എന്നാണ്. വാട്ടർ ലീക്ക് ആയതുകൊണ്ടാണ് കുട്ടിക്ക് അനക്കമില്ല, മകൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇവർ പ്രാർത്ഥനയോടെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫോട്ടോയും എടുത്താണ് ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വീണ്ടും വന്ന് പ്രാർത്ഥിച്ചത്. വീണ്ടും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ പല ദിവസം കിടന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും അറിയില്ല. കുട്ടിക്ക് വളരാനുള്ള ഒരു സാധ്യതയില്ല, കാരണം വെള്ളമില്ല ഗർഭപാത്രത്തിൽ. പിന്നെ 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണ് ഈ മകൾ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും വീണ്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ്, ഇന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന്. അന്ന് വരെ ഡോക്ടേഴ്സ് ഒന്നും പറയാതിരുന്നു. ഈ മകൾക്കാകെ ടെൻഷനായിരുന്നു. ഹസ്ബൻഡിനെ വിളിച്ചു, നഴ്സിനെ വിളിച്ചു, ആർക്കും ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം ശരിയാകുമെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് തന്നെ വൈകുന്നേരം സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും അവർ പറഞ്ഞത് കാല് താഴെയാണ്. വീണ്ടും പ്രശ്നങ്ങൾ, കൂടുതലും പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ഈശോയും അമ്മയും ഇവരുടെ കയ്യിൽ ഇടപെട്ട് സിസേറിയന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ മോളോട് പറഞ്ഞ് പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഇപ്പോൾ ഇന്ന് നടക്കില്ല, നാളെ രാവിലെ നടത്തും. അങ്ങനെയാണ് അന്ന് പോയി ആ മകള് ഒരു ആപ്പിൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നീട് വീണ്ടും ഡോക്ടേഴ്സ് തീരുമാനിച്ചു അന്ന് തന്നെ സിസേറിയൻ ചെയ്യാമെന്നും വീണ്ടും ഈ മകളെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ആ ആപ്പിൾ കഴിച്ചതിനാൽ 6 മണിക്കൂറിൻ്റെ സമയം വേണം, അതുകൊണ്ട് അങ്ങനെ അത് ക്യാൻസലായി. പിന്നീടാണ് അടുത്ത ദിവസം തന്നെ ഈ മോള് ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലുണ്ട്. അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ അനുഗ്രഹവും കൃപയുമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മയുടെയും മകളുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഉള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ മുകളിലുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ. അച്ഛൻ ആദ്യം പറഞ്ഞത് 9 മാസത്തിനകം നീ പ്രഗ്നൻ്റ് ആകുമെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. അത്രയും നാൾ ഡോക്ടേഴ്സ് ഒന്നും പറയാൻ പറ്റില്ലാത്ത ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസരയിൽ അച്ഛൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും എന്നതാണ്, എല്ലാം ശരിയാകും. അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലേക്ക് പറയുന്നത്. അമ്മയാണ് ഈശോയോട് ചെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ആ ഉയർച്ചയിൽ, ആസ്തിയിലും ആ ഡിപ്പോസിറ്റിലുമാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. പരിശുദ്ധ അമ്മ ഒരുപക്ഷെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അച്ഛൻ്റെ ആ ആസ്തി, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള, ആത്മീയ ജീവിതത്തിലുള്ള ആ ആസ്തിയിലാണ്. പിന്നെ ഈ മക്കളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. ആശ്വാസവും പ്രത്യാശയും തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കണ്ണീർ ദൈവം കാണാതെ പോകുന്നില്ല എന്ന് നമ്മുടെ ഭാവി, നമ്മുടെ അനിശ്ചിതത്വങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഭയപ്പെടാതെ നമുക്കും കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലിയ ജോസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഈ കുഞ്ഞു മകന് കിട്ടിയ ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് അമൽ, ഇതെൻ്റെ അമ്മ മെർലിൻ. ഞാൻ വരുന്നത് കണ്ടക്കടവ്, ഞങ്ങളുടെ ഇടവക സെൻറ്റ് ഫ്രാൻസിസ് സേവർ ഫെറോന ചർച്ച് കണ്ടക്കടവ്. എൻ്റെ ജോലി സംബന്ധമായ തടസ്സമാർന്ന് അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. 2023 കപ്പലിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ പഠിച്ച് കഴിഞ്ഞ്, എന്നിട്ട് എനിക്ക് 2024 ഞാൻ പോകാനായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്
അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് അമ്മയുടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ആ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അത് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി ട്രൈ ചെയ്ത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എക്സാമും ആദ്യത്തെ ഇതിൽ തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് വിസ എടുക്കണം, US വിസ എടുക്കണം, കപ്പലിൽ പോകണമെങ്കിൽ US വിസ ഇപ്പോൾ എല്ലാത്തും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞ് US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞിട്ട് വിസ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കും റിജക്ഷൻ വന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ക്രൂ മാനേജർ പറഞ്ഞ് ഒന്നും കൂടി ട്രൈ ചെയ്യ്, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ ടൈം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ട്രൈ ചെയ്ത് പിന്നെയും പോയി. അവർ ചോദിക്കുന്നതിന് ആൻസർ പറയുകൊണ്ട് എനിക്കറിയില്ല എന്താണ് പ്രശ്നമെന്ന്. പിന്നെയും എനിക്ക് കിട്ടിയില്ല. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ക്രൂ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല, ഫ്രഷർ ആയതുകൊണ്ടായിരിക്കും, ഞാൻ ഇതുവരെ പോകാത്തതുകൊണ്ടായിരിക്കും റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, വിസ ഇല്ലാണ്ട് വേറെ രാജ്യത്ത് നമുക്ക് കയറിപ്പോകാം, അമേരിക്കയിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്ന് 1-2 മാസമായിട്ട് എനിക്ക് യാതൊരു വിളിയും വന്നില്ല. പിന്നീട് എന്നെ കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വിളിച്ച്, ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അവർ പറഞ്ഞ് ചേട്ടാ ഞാൻ പോണേണ്, എനിക്ക് ജോയിനിങ് ആയി, അടുത്ത മാസം ഞാൻ പോണേണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞ് പുള്ളിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് വിസ ഇല്ലാണ്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ കമ്പനി മാറിക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം പാസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് വിസ എടുത്താൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് എൻ്റെ അമ്മ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ വന്ന്, പിന്നെ ഞാൻ ഇവിടെ വന്ന് എന്നിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, ആർക്കാണ് ആവശ്യം അവർ വന്ന് ഉടമ്പടി എടുക്കണം, ഇപ്പം നിൻ്റെ ആവശ്യത്തിന് നീ തന്നെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അപ്പോഴും സംശയമുണ്ട്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, മുടങ്ങിപ്പോകൂലേ എന്നുള്ളത്. ഇല്ല നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞ് നീ എടുക്ക്, പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അവരും പറഞ്ഞ് പറ്റും മോനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് താഴ്ത്തു വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് വിസക്ക് അപ്ലൈ ചെയ്തോ, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം, ഇവർ പെട്ടെന്ന് വിസക്കുള്ള ഇത് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ ഇവിടെ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട്, അപ്പം അമ്മ പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കാം, നീ അവരുടെ അടുത്ത് ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ്. 3-ാം തവണ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പോയി. എന്നിട്ട് വിസക്ക് പോണതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിസക്ക് പോയി അവിടെ ചെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എന്നെ കഴിഞ്ഞുള്ള കൂട്ടുകാർ അവിടെ പോകാൻ വേണ്ടി വന്നിരിക്കണേ. അപ്പം ഞാൻ വിസക്കാ പോയേക്കണം, അവർ അടുത്ത ആഴ്ച പോകാൻ നിൽക്കണേ. ഞാനവിടെ പോയി വിസക്ക് പോയി, ദൈവസഹായം അമ്മയുടെ സഹായം ഞാൻ വിസ പാസ്സായി. പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ കമ്പനി ലെറ്ററിലാണ്, ഇവർ തന്നെ കമ്പനി ലെറ്ററിലാണ്. അത് എനിക്ക് തന്നത് ഇവർ സോഫ്റ്റ് കോപ്പി തന്നിട്ട് എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി എന്ന് പറയും. ബാക്കി എല്ലാവർക്കും അവിടെ ഓഫീസിൽ നിന്ന് വന്നാൽ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കമ്പനിയുടെ നെയിം ഉണ്ട്. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതിയാണ് അവർ റിജക്ഷൻ തന്നെ. എൻ്റെ റീസൺ അവർ പറയൂല, നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കണം അത്. അങ്ങനെ എനിക്ക് വിസ പാസ്സായി. ഞാൻ ഉടനെ ക്രൂ മാനേജറിന് മെസ്സേജ് ചെയ്ത്, അപ്പോൾ പുള്ളി പറഞ്ഞ് ഓക്കെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ്. ഞാനവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വരാൻ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി, 3 ദിവസത്തിനുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം തന്നെ ഞാൻ പിന്നെ വിളിച്ച്, അപ്പോൾ പുള്ളി പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ അതിൻ്റെ PDF എനിക്ക് അയക്കുമെന്ന് പറഞ്ഞ്. PDF അയച്ച് ഞാൻ വിസ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വെസൽ മാനേജർ വിളിച്ചിട്ടും പറഞ്ഞ് വെസൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, റെഡി ഫോർ ജോയിനിങ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഇതൊന്നുമില്ല, ഞാനാകെ വിസക്ക് വേണ്ടി വന്നേക്കണേണ്, ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നാണ് വന്നേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമില്ല, ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി, എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം എൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല, ഞാനാകെ വിസക്ക് പോകാൻ വേണ്ടി മാത്രം പോയേക്കണേണ്. എനിക്ക് ആരുടെ അടുത്ത് വിളിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പിന്നെ കിട്ടിയ അവസരമാണ്, ഇനി ഞാൻ ഇത് തട്ടിക്കളഞ്ഞാൽ എനിക്ക് ഇനി പോകാൻ പറ്റില്ലെന്ന് തോന്നിയ കാരണം അങ്ങനെ പോയി. ദൈവസഹായം എനിക്കവിടെ എൻ്റെ കൂട്ടുകാർ പോകാൻ നിന്ന കൂട്ടുകാരുടെ ഡിലേ ആയിട്ട് അവർ 2 ദിവസം കൂടി അവിടെ നിന്ന് അവരെന്നെ സഹായിച്ച് പോയി. എല്ലാ ഡ്രസ്സും എല്ലാം വാങ്ങി
മെഡിക്കൽ ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞ കാരണം ഇയർ മാറി. 24 ട്രൈ ചെയ്തിട്ട് 25 ഞാൻ പോണത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങി അവർ പോയ അതേ ദിവസം മണിക്കൂർ വ്യത്യാസത്തിന് ഞാനും ഇവിടുന്ന് പനാമയിലേക്ക് പോയി. പനാമയിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ വിസ തടസ്സം വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വിചാരിച്ച് അമേരിക്കയിൽ എനിക്ക് പോകുകയേ വേണ്ടെന്ന് കരുതി. പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ സഹായം കൊണ്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് അമേരിക്കയിലാണ്. ആദ്യം ഞാൻ അമേരിക്കയിൽ ചെന്ന് എനിക്ക് വിസ ഉള്ളത് കൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി. പുറം രാജ്യത്തെല്ലാം പോകാൻ പറ്റി. ഏകദേശം ഒരു 20 രാജ്യത്തിൽ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ഞാൻ പോയിട്ട് ഞാൻ വന്ന്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഇതെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ 20 ദിവസത്തിനുള്ളിലാണ് പോയത്. വിസ എല്ലാം റെഡിയാക്കി. ഞാൻ ഉടമ്പടി എടുത്ത് ജനുവരി 15-ാം തീയതിയാണ്. 15-ാം തീയതി എടുത്ത് ഫെബ്രുവരി 9-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് പനാമയിൽ ലാൻഡ് ചെയ്ത്. അപ്പോൾ എനിക്കും മനസ്സിലായത് നമ്മുടെ വിശ്വാസം കൈവിടരുത്. കാരണം ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് 10ാം ക്ലാസ് വരെ പോയി നിന്ന് വെച്ചാണ്. പള്ളിയുടെ തൊട്ട് പറ്റിയലാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലായിടത്തും ആത്മീയത ഉണ്ടായിരുന്നു. ഇടക്ക് വെച്ച് എവിടെയോ ഒരു അകൽച്ച വന്ന് അതിൽ നിന്ന് ഇങ്ങനെ മുടങ്ങിപ്പോയി. എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ അതിൽ നിന്ന് പോകാനുള്ള എല്ലാത്തിൽ നിന്നൊരു മടി ഇതൊക്കെ എല്ലാം വന്ന് പിന്നെ ഇവിടെ വന്ന അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ഈ വിസക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇത്തിരി ടെൻഷനുണ്ട് പറയാനായിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ഇവിടുത്തെ അമ്മയുടെ കാശ് രൂപം ഉണ്ടാകും. അത് കയ്യിൽ പിടിച്ചിട്ടാണ് പോകണം. അത് ഉള്ളപ്പോൾ എനിക്കെപ്പോഴും ഒരു കോൺഫിഡൻസാണ്. അതേപോലെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് ബാക്കി തിരികെയൊക്കെ ഒന്നും കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉള്ള കാരണം തിരി കത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥന ഞാൻ മുടക്കില്ല. രാവിലെയും വൈകിട്ടും ഞാൻ എങ്ങനെയും പ്രാർത്ഥിക്കും. പള്ളിയിൽ ഞാൻ മുടക്കൂല. ഞാൻ അവിടെ മുംബൈ പോകുമ്പോൾ നേരത്തേക്കൊന്നും പോകില്ലായിരുന്നു. പള്ളിയുടെ മുമ്പിൽ കൂടി പോയിട്ട് ഞാൻ പോകാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വൈകിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഒപ്പിച്ച് ഞാൻ അവിടെ പോകും. അതെല്ലാം ചെയ്ത് ദൈവസഹായം അമ്മയുടെ സഹായം കാരണം ഞാൻ അങ്ങനെ പോയി. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ അമ്മ പറയും. എൻ്റെ വിശ്വാസം പിന്നെ വർദ്ധിച്ച് ഞാൻ ഇപ്പോഴും അതിന് ശേഷം ഞാൻ പ്രാർത്ഥന എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ പറയും നീ എന്തിനാ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറയും ഇല്ല, പ്രാർത്ഥിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. കാര്യം നമ്മുടെ കാര്യം കഴിയുമ്പോൾ നമ്മൾ മാറിക്കളയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അല്ല, ദൈവത്തിനെ എന്നും സഹായം കൂടണം. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഞാനിപ്പോൾ ഞങ്ങൾ കാറിന് വന്ന വഴിക്കനായിരുന്നു പറഞ്ഞു കൊടുക്കണമായിരുന്നു. പുള്ളിക്കും അപ്പോൾ വിശ്വാസം കൂടി. ഞാനപ്പോൾ ഇവിടെ നിന്ന് പറയണ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ എന്നിട്ട് അവിടെ പോയിട്ടുണ്ട് പുതിയ ഉടമ്പടി എടുക്കാനായിട്ട്. എൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ്. അപ്പോൾ കൂട്ടുകാരിക്കും ഒരു പോസിറ്റീവ് ഇതായി. അങ്ങനെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നടക്കും, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ് ഇങ്ങോട്ട് എത്താനുള്ള. ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു സാക്ഷ്യം കാരണം എൻ്റെ കൂട്ടുകാർ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. 2024 ഉടമ്പടി എടുത്ത് എൻ്റെ മക്കൾക്കൊരു ജോലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാമ്പത്തികമായും ആത്മീയമായും എന്നെ ഒരുപാട് ഉയർത്തി ദൈവം. പക്ഷേ എൻ്റെ മകന് എല്ലാം ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. അത് അവൻ്റെ ഒരു ചെറിയ കുറവുകളെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, ദൈവത്തിനൊരു വലിയ പ്ലാനും പദ്ധതി ഉണ്ടായി. എൻ്റെ മകനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുവാനും അതിലൂടെ മറ്റുള്ള കൂട്ടുകാർക്ക് വിശ്വാസം വരുത്തുവാനും. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഈ 2025 എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. അതിന് ഒരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ദിവ്യബലി മുടക്കാറില്ല. അതേപോലെ എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെ വളർത്തി വന്ന്. അപ്പോൾ ഈശോയ്ക്ക് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ അകന്നു പോകുമ്പോൾ അത് അവിടെ വെച്ച് തടസ്സം കാണിച്ച് തന്ന് അത് മനസ്സിലാക്കി. അമ്മമാർ പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അപ്പോൾ ഒരു ജോലിയിലൂടെ ആ തടസ്സം മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം എൻ്റെ 2 മക്കൾക്കും തരുവാൻ സാധിച്ചു. അതിനൊരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. നമ്മൾ ഓരോ ദിവസവും ദിവ്യബലി മുടക്കരുത്. അതെപ്പോഴും എല്ലാവരും എത്ര അകലെയുള്ളവർ ആണെങ്കിലും നമ്മൾ ദിവ്യബലിയിൽ മുൻതൂക്കം കൊടുക്കുക. അപ്പം നമുക്കൊരു KSFയിൽ കൂടി നമുക്ക് കൂടിയിടുന്ന പോലെയാണ് ഓരോ ദിവ്യബലി. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ദിവ്യബലി കൂടും. അതിൻ്റെ പലിശ കിട്ടണം. KSFയിൽ കൂടിയാൽ നമുക്ക് പലിശ കിട്ടും. ഇത് ദിവ്യബലി നമ്മൾ കൂടുന്നതിൻ്റെ പലിശ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഓരോ ദിവസവും ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 52 വയസ്സായി. ഇത്രയും കാലം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച മുതൽ ഞാൻ ദിവ്യബലി മുടക്കാറില്ല. അതിൻ്റെ അനുഗ്രഹം ഇന്ന് എൻ്റെ കുടുംബത്തിന് എന്നും ഉണ്ട്. ഒരുപാട് നന്ദി, സ്തുതി, സ്തോത്രം.
സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നാം ഉടമ്പടി ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ ഒരു ശാശ്വതമായ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, നിങ്ങൾ അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേക തലത്തിലേക്ക് ഉയരണമെന്നാണ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് നടക്കേണ്ട വഴി പറഞ്ഞു തരാം, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നെല്ലാം സങ്കീർത്തനത്തിലൂടെ 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നതാണ്. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഇടത്തോട്ട് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇങ്ങനെ നമ്മെ മാർഗദർശനം കാണിച്ചു തരികയും നാം നടക്കേണ്ട വഴികളും നാം ചെയ്യേണ്ട ജോലിയും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയും എല്ലാം അവിടുന്ന് തന്നെ ക്രമീകരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒന്നും മാത്രമേ ചെയ്യാനുള്ളൂ, അവിടുത്തോടു കൂടി ആയിരിക്കുക, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നൊരു വലിയ കർത്തവ്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അമലിൻ്റെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ നെഞ്ചിൽ സമയഘടികാരം ചാർത്തിക്കൊണ്ടാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന സന്ദേശം ജോസഫ് അച്ഛന് കൈമാറിയത്. നമ്മുടെ ജീവിത ദുരന്തത്തിൽ, നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴെല്ലാം അതെല്ലാം ഒരു ദുരന്തമാണ്. അവിടെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എത്ര തന്നെ ലാഗ് ചെയ്തു പോയാലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമൽ പറയുന്നു, എനിക്ക് 20 ദിവസത്തെ സമയത്തിനുള്ളിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ആ സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ഷിപ്പിൽ കയറി അമേരിക്കയിലേക്ക് എത്താനുള്ള വലിയ സൗഭാഗ്യമാണ് ഈ മകന് ലഭിച്ചത്. ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഈ മകന് മനസ്സിലായി, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണം. അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ ഉടമ്പടി പൂർത്തിയാവുന്നില്ല. അമലിനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച ഉടനെ തന്നെ 20 ദിവസത്തിനുള്ളിലാണ് വിസ കയ്യിൽ കിട്ടുന്നത്. നമ്മുടെ എത്ര തന്നെ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മുടെ വിശ്വസ്തതയാണ് എപ്പോഴും മാറ്റുരച്ച് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അമലിന് ഒരുപാട് പേരെ സ്വാധീനിക്കുവാനും ഒരുപാട് പേരോട് ദൈവസ്നേഹം എന്താണെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് സാക്ഷി നൽകുവാനായിട്ടുള്ള ഒരു വലിയ പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് അമലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നവർ, അതിൽ ലാഗായിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, കരയിലും കടയിലും ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനും യേശുപ്പയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്. ഞങ്ങളുടെ 5 മാസം പ്രായമായ കുഞ്ഞാണ് ലിയാം പ്രശാന്ത്. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് അമ്മ മാതാവും യേശുപ്പയും തന്ന നന്ദി ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. ഞാൻ 2024 ജനുവരി 18 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും അയർലൻഡിലേക്ക് പോയി. ഞാനവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക്കും ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ തന്നെ എൻ്റെ കൊളീഗ്സിനൊക്കെ മാരീഡായി, അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അതിലൊന്നും പതറാതെ ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷെങ്കിൽ മാതാവിലും യേശുവിലും എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അവിടുത്തെ ആരാധനയിൽ ഞായറാഴ്ചയിലും ചൊവ്വാഴ്ചയിലും ഉള്ള ആരാധനയിൽ ഞാൻ പങ്കെടുക്കും. അവിടെ കുറേ അമ്മച്ചിമാരുണ്ട്. അവർ എല്ലാ 24 hours അഡറേഷൻ പോകുന്ന ഒരു പള്ളിയാണ്. എല്ലാവർക്കും അറിയാം, നോക്ക്, അയർലൻഡിലെ ഫേമസ് ആയ നോക്ക് പള്ളിയുടെ ഒരു ചെറിയ മിനി ഷ്രൈൻ എന്നാണ് ആ
ചർച്ചും പറയുന്നത്. അവിടുത്തെ അമ്മച്ചിമാർ ഞങ്ങൾക്ക് 1 hour അഡറേഷനൊക്കെ തരും. അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി മാറി 1 hour അഡറേഷനൊക്കെ ചെയ്യും. എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ ആദ്യം അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്, മൊബൈൽ ഉള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ 2025 ജനുവരി അവസാനത്തോടുകൂടി അയർലൻഡിലൊരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം, ഒരു മേൽഭാഗം പൊളിഞ്ഞു പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മാത്രമാണ് എല്ലാ ലഗേജും ഒക്കെ ഷിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു പുതിയ അക്കോമഡേഷനിലേക്ക് മാറേണ്ട വന്നു. അപ്പം ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ട് ചെയ്യേണ്ട വന്നായിരുന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു 3ാമത്തെ നിലയിലൊക്കെ ആയിരുന്നു. ആ കൂടെ തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ ഹെവിയൊക്കെയാണ്. പക്ഷേ എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ മാതാവ് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അമ്മ മാതാവ് യേശുപ്പയും ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പീരീഡ്സ് മിസ്സാവുന്നു. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഞാനത് വലിയ ഇഷ്യൂ ആക്കിയില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3 weeks ഞാൻ കൺസീവാണ്. ശരിക്കും ഞാൻ സർപ്രൈസായിപ്പോയി. വിശ്വസിക്കാൻ തന്നെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവിടെയൊക്കെ 3 months കഴിഞ്ഞിട്ടേ നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം അനോമാലി സ്കാനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ എൻ്റെ അബ്ഡോമൻ കുറച്ച് മോയിസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. പക്ഷേ മാതാവിലും യേശുപ്പയിലും ഉറച്ചായിട്ട് വിശ്വസിച്ചു ഞങ്ങൾ പോയി. രാവിലെയും വൈകിട്ടും, അതായത് കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയിൽ എടുത്തത് മുതൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലം കുരിശ് വരച്ച് അബ്ഡോമിനിൽ പുരട്ടുമായിരുന്നു. തേൻ യൂസ് ചെയ്യുമായിരുന്നു. വൈകിട്ട് കൊന്ത ചൊല്ലും. കൊന്ത ചൊല്ലാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊരു എന്താ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കൊന്ത ചൊല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഭാരം പോലെ ആയിരിക്കും. അങ്ങനെ മുമ്പോട്ട് പോയി. പ്രഗ്നൻസി നല്ല സ്മൂത്തായിരുന്നു. എല്ലാ സ്കാനുകളും നോർമലായിരുന്നു. പക്ഷേ PCOD എനിക്ക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരെൻ്റെ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 32 weeks വരെ ഞാൻ എല്ലാ ഫൈനായിരുന്നു. പക്ഷേ 34 weeks ഞാൻ ഡയബറ്റിക് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഡയറ്റ് ആദ്യം കൺട്രോൾ ചെയ്തു. പക്ഷേ പറ്റിയില്ല. ഹൈ ഡോസ് ഇൻസുലിൻ 3 നേരം എനിക്ക് എടുക്കേണ്ട വന്നു. എന്നാലും മാതാവിലും യേശുപ്പയിലും ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ 34 weeks ആയപ്പോഴത്തേക്കിന് ഞാൻ മെഡിക്കൽ ലീവ് ഞാൻ എടുത്തു. മെഡിക്കൽ ലീവ് എടുത്ത് അതിനുശേഷമാണെങ്കിലും ഞങ്ങൾ വൈകിട്ടാണെങ്കിലും പ്രെയറൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബേബി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഞാൻ കൊന്ത ചൊല്ലുന്ന സമയങ്ങളിലാണ്. അത് എനിക്കറിയത്തില്ല അതെന്താണ് അവൻ അങ്ങനെയെന്ന്. ഞങ്ങളപ്പോഴും പറയുമായിരുന്നു ഇവനൊരു ഹോളി ബേബിയാണ് എന്ന്. അതിനുശേഷം 36 weeks ഏർലി മോർണിംഗിൽ ഞങ്ങൾ 5:30 എഴുന്നേൽക്കുമല്ലോ. അതിന് മുമ്പായിട്ട് ഞാനെന്തോ സ്വപ്നം കാണുവാണ്, എന്തോ ഒരു വെള്ളത്തിൽ ഞാൻ കിടക്കുന്ന പോലെ. പക്ഷേ ആ സമയത്ത് എൻ്റെ വാട്ടർ ഓൾറെഡി ബ്രേക്ക് ആയിരുന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അന്ന് അഡ്മിറ്റായി. അതിനുശേഷം ഒരു 3:30 മുതൽ ഞാൻ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. ഞാനൊരു 12.5 hours ഞാൻ ലേബർ പെയിൻ ഞാൻ സഫർ ചെയ്തു. അവിടുത്തെ പീഡിയാട്രി ഡോക്ടേഴ്സും ഗൈനക്കിൻ്റെ എല്ലാ ഡോക്ടേഴ്സും എല്ലാം വന്നു. അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ കുറച്ചും കൂടെ എനർജി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നീ മിക്കവാറും ഞങ്ങൾക്ക് സിസേറിയന് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി കൊച്ചിൻ്റെ തല ഓൾമോസ്റ്റ് പുറത്തായി. പക്ഷേ എനിക്ക് ബാക്കി ഇങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. NICU എല്ലാം ഓൾമോസ്റ്റ് അവർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു കൊച്ചിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ അവിടെ കിടന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസത്തിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി നോർമലായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ. പക്ഷേ അവൻ്റെ ബർത്ത് വെയ്റ്റ് 2.5 ആയിരുന്നു. അയർലൻഡിലെ നിയമം അനുസരിച്ച് അത് ലോ ബർത്ത് വെയ്റ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് 3.5-4 kg ഒക്കെയാണ് ബേബീസിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ കൊച്ചിന് 2.5 ആയിട്ട് പോലും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന് ഹെൽത്തി ബേബിയാണ്, ഇവന് NICU ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല എന്ന്.
അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞപ്പം, കാരണം എനിക്ക് കത്തീറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, യൂറിൻ പോകാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കത്തീറ്ററൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു 4 days ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മകൻ, ലിയാം എന്നാണ് പേര്. ലിയാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാരിയർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തതെന്ന്. അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം വളരെ സ്മൂത്തായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പറായിട്ട് പോയി. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത സമയത്ത് എൻ്റെ HR പുള്ളിക്കാരി, അതായത് ആ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവിന് പോയി. അതിനുശേഷം അത് ടേക്ക് ഓവർ ചെയ്തത് വേറൊരു ആളായിരുന്നു. അപ്പം ഞാൻ അവർക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതും ഞാൻ ഓൾറെഡി അവർക്ക് ഇൻഫോം ചെയ്തതാണ്. പക്ഷേ എന്തോ ബൈ മിസ്റ്റേക്ക് പുതിയതായിട്ട് വന്ന അവർക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ പഴയ പാസ്പോർട്ടിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. പെർമിറ്റ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ ചേഞ്ചസ് ഉണ്ടെന്ന്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, നീ തന്നെ അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡിപ്രസ്ഡായിപ്പോയി. ഓൾറെഡി ഞാൻ ആ സമയത്ത് കൺസീവ് ആയിരുന്നു. ഇവനെ ഞാൻ തന്നെ എമിഗ്രേഷന് കോൺടാക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞത്. ഞാനങ്ങനെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്റ്റ് ചെയ്തു. അടിക്കടി ഞാൻ മെയിൽ അയക്കുന്നു. പക്ഷേ മെയിലിനൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഒരു ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഒരുപാട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. പള്ളിയിൽ പോകും, അഡറേഷൻ ചെയ്യും, എല്ലാം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ വെരിഫിക്കേഷൻ എല്ലാം പോയിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ റിസൈൻ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഓൾറെഡി 2 years ഞാൻ അവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത്. അപ്പം അവരെന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു എൻഡ് ഡേറ്റ് തരണം, നീ പോവോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നീ റിന്യൂ ചെയ്യണം, അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൂടെ ആയപ്പോൾ ഞാൻ ആകപ്പാടെ ഭയങ്കര ടെൻസ്ഡായിപ്പോയി. ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മിറാക്കിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനും അത്ഭുതമായിട്ട് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഉള്ളിന്ന്, അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഒരു എംപ്റ്റി ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാവുന്നത്. എനിക്ക് തന്നെ മനസ്സിലിങ്ങനെ തോന്നി, അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും, യേശുപ്പയിലൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും. എനിക്ക് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് വന്നാലും ഞാനത് നേരിടും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, റിക്വസ്റ്റ് ഇട്ട ഡേറ്റ് June 16. പക്ഷേ ഒരു June 10 ആയപ്പോഴത്തേക്കിന് എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, നിൻ്റെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആ ഹോസ്പിറ്റലിലെ HR പോയി അവരെ ഈ മെയിൽ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ഓൾറെഡി അവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഡയറക്റ്റ് അവരുടെ മുമ്പിൽ ആ മെയിൽ കാണിച്ചപ്പോഴാണ് അവർ ഹാപ്പി ആയത്. അവർ പറഞ്ഞു, നിനക്കൊരു തടസ്സമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്. മൂന്നാമത്, എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ അയർലൻഡിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരന് ജോലിയൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഒരു 8 മാസത്തോളം ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടി. ഞാനതും ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അതിനുശേഷം ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ, അതായത് നോക്ക്, നമ്മുടെ മാതാവിന് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സിംഗ് ഹോമിൽ ഹസ്ബൻഡിന് ജോലി റെഡിയായി. പുള്ളിക്കാരനാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും തൊട്ടടുത്താണ് എൻ്റെ അക്കോമഡേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പള്ളി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നത്. അപ്പോഴാണേലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അല്ല തിരിച്ചു വരുമ്പോഴോ ഏതേലും ഒരു നേരം ഞാൻ മസ്റ്റായിട്ട് ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കാതെ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല. എനിക്ക് ചെയ്ത് തരുന്ന എല്ലാ നന്മകൾക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഡറേഷൻ 1 hour നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുമായിരുന്നു.
അതിനുശേഷം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണ് ഇതുപോലെ അഭയഭവനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ വീട്ടിൽ ഫുഡുണ്ടാക്കി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടതായ ആൾക്കാർക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാം എനിക്ക് കിട്ടിയ നന്മകൾ അത് മറ്റുള്ളവരും അറിയണം, ഇവിടുത്തെ അത്ഭുതങ്ങൾ മറ്റുള്ളവരും അറിയണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും എൻ്റെ ഡീറ്റെയിൽസും ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയിലെയും. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം മിസ്റ്റേക്ക് പറയാൻ മറന്നുപോയി. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അത് ഹോസ്പിറ്റലിലെ ഡോക്യുമെൻറ്റേഷൻ്റെ അതൊരു എറർ വന്ന കാര്യം. അപ്പം ആദ്യം അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി മാറി. ആദ്യം മാനേജ് ചെയ്ത പുള്ളിക്കാരി മാറി. അതിനുശേഷം വന്ന പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവരെ നോട്ടിഫൈ ചെയ്തപ്പോൾ അവരാണ് എന്നെ ആദ്യം ഫയർ ചെയ്തത്. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടും ഇമിഗ്രേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ എന്തിന് ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ഒന്നും കൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. പക്ഷേ ഫോൺ എടുത്തത് വേറൊരു പുള്ളിക്കാരിയായിരുന്നു. അവരുടെ പേര് മിഖേല എന്നായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവർ തന്നെ മാതാവായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അവിടെ ഒരു വ്യക്തി വരില്ല. അവളാണ് എനിക്കെല്ലാം സപ്പോർട്ടീവായിട്ട് എനിക്ക് അവിടെ ചെയ്തു തന്നത്. എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി ആ പോസ്റ്റിൽ നിന്ന് മാറി. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു മിറാക്കിളാണ്. അമ്മ മാതാവിനും ദൈവതിരുകുമാരനും ഞാൻ ഒരുപാട് കോടി നന്ദികൾ പറയുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. 139 സങ്കീർത്തനം 15 തിരുവചനം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അശ്വതിയും ജീവിത പങ്കാളിയും ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുമായി പ്രത്യക്ഷീകരണ സാക്ഷികളായി അൾത്താരയിൽ കയറി നിൽക്കുന്നത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും അവർക്ക് ലഭിച്ച കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനാണ്. ആത്മാർത്ഥമായി ഈ സാക്ഷ്യത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രൈസ്തവരെ ലജ്ജിപ്പിക്കുന്ന ഒരു സാക്ഷ്യം വേണം ഇതിനെക്കുറിച്ച് പറയുവാൻ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. 8 വർഷമായിട്ടും വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ കാത്തിരുന്നിട്ട് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്നാണ് അവർക്ക് കുഞ്ഞുങ്ങളുടെ ഒരു സന്താന സൗഭാഗ്യം അവർക്ക് ലഭിച്ചത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നതിനൊരു ഉത്തരം പലപ്പോഴും നമുക്കും 1 മണിക്കൂറെങ്കിലും, ചിലപ്പോൾ 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്കുള്ള നമ്മുടെ പല വിചാരങ്ങളിലും പല അസ്വസ്ഥതകളും പെട്ട് നാം എണീറ്റ് പോകുന്നവരാണ്. പക്ഷെ അശ്വതിക്കേറ്റ് പറയാനുള്ളത്, എനിക്കതൊരു വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നു. അവിടെയുള്ള നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുവാനും ഈശോയെ കണ്ട് ആനന്ദിക്കുവാനും ഈശോയോടൊപ്പമായിരിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ്. കുഞ്ഞ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ അശ്വതിക്ക് ഏറ്റു പറയാനുള്ള വലിയ സാക്ഷ്യം. അതൊരു വലിയ സൗഭാഗ്യമായി, അതൊരു വലിയ കൃപയായി അശ്വതി ഏറ്റു പറയുകയാണ്. ഒരു വലിയ കൃപയ്ക്ക്, ഈശോയെ പ്രാപിക്കുക, ഈശോയെ സ്നേഹിക്കുവാൻ സാധിക്കുക എന്നുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടിയാണ് ആദ്യം അശ്വതി നന്ദി പറയുന്നത്. അതുപോലെ തന്നെ അയർലൻഡിലെ ഓഫ് ഡേയ്സിലെല്ലാം തന്നെ എപ്പോഴെല്ലാം സൗകര്യമുണ്ടോ, എപ്പോഴെല്ലാം സമയമുണ്ടോ, അപ്പോഴെല്ലാം ആദ്യത്തെ പണി ഇവർക്ക് ഈശോയെ കാണുവാനും ആരാധിക്കുവാനും പോവുക എന്നുള്ളതാണ്. ഒരു വലിയ സങ്കടത്തിലിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ അവിടെ അയർലൻഡിലൊരു കൊടുങ്കാറ്റുണ്ടാവുകയും അവരുടെ വീട് ഡാമേജ് ആവുകയും ചെയ്തപ്പോൾ ഒരുപാട് ഹെവി ജോലി ചെയ്ത് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും യാത്രയും നൈറ്റ് ഡ്യൂട്ടിയും എല്ലാം ചെയ്തതിന് ശേഷമാണ് വളരെ പെട്ടെന്നൊരു സർപ്രൈസായി താൻ കൺസീവ് ആണെന്ന് അശ്വതി അറിയുന്നതും ഈശോയ്ക്ക് നന്ദി പറയുന്നതും.
ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നേർച്ച വസ്തുക്കളും വളരെ കൃത്യമായി അവർ പ്രയോഗം ചെയ്യുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ആ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും അശ്വതി കൃത്യമായി ജീവിത പങ്കാളിയോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവരെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, 34-ാമത്തെ ആഴ്ചയായപ്പോൾ അവരുടെ സ്കാനിങ്ങിൽ വളരെ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കുഞ്ഞിനെ എപ്പോഴെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ അപ്പോഴെല്ലാം കുഞ്ഞ് വളരെ ആക്റ്റീവായി ഉദരത്തിൽ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായി ഈ മകൾക്ക് അനുഭവവേദ്യമാകുമായിരുന്നു. പരിശുദ്ധ അമ്മ എലീശ പുണ്യവതിയെ ചെന്ന് കണ്ടപ്പോഴാണ് എലീശ അമ്മ പറയുന്ന ഒരു വലിയ സല്യൂട്ടേഷനുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഓരോ സമയവും നാം വചനം വായിക്കുമ്പോൾ, വചനം ഏറ്റുപറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ മാംസമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മകൾക്കുണ്ടായ ഒരു വലിയ ആധ്യാത്മിക അനുഭൂതി, ആധ്യാത്മിക ആസ്തി, ആധ്യാത്മിക ഒരുക്കം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സർഫേസായി ഈ മകൾക്ക് ഒരുക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും ഈ മകളുടെയും ജോലി, ഇമ്മിഗ്രേഷൻ സമയത്തുണ്ടായ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എല്ലാം തന്നെ ആ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഇവരെ ആവരണം ചെയ്യുന്നതായും നീലാങ്കിയിൽ ഇവരെ പൊതിയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നൂക്ക് എന്ന സ്ഥലത്ത് ഇവർക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കുവാനും ഏതെല്ലാം സമയത്ത് ഇവർക്ക് ആ പള്ളിയിലേക്ക് കടക്കാൻ സാധിക്കുന്നുവോ, പോകാൻ സാധിക്കുന്നുവോ ആ അവസരങ്ങളെല്ലാം ഒരു വലിയ സൗഭാഗ്യമായും ഒരു നിത്യതയിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇവർ അതിനെ കണക്കാക്കുന്നത്. ഈശോയുടെ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണത്. പുറപ്പാട് 33:14 പറയുന്ന പോലെ, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഏതെല്ലാം കഷ്ടതകളിലൂടെ നമ്മൾ കടന്നുപോയാലും അവിടുന്ന് നമ്മോട് കൂടെ വരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വാഗ്ദാനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അശ്വതിക്കും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ വേളയിൽ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഏറെ സ്നേഹത്തോടെ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അനീഷ് വി ചാക്കോ, എൻ്റെ മോള് റിയോണ അനീഷ്. ഞങ്ങൾ താമരശ്ശേരി രൂപത വാലില്ലാപ്പുഴ ഇടവകാംഗമാണ്. ഞങ്ങൾക്കുള്ള സാക്ഷ്യങ്ങൾ എൻ്റെ കൂട്ടുകാരൻ വഴിയാണ് 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2025 ജൂൺ 17 ഞാനിവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലൂടെ കിട്ടിയ ഈ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. 10 വർഷത്തോളമായി എൻ്റെ സ്ഥലത്തിന് തരം മാറ്റി ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലരെയും കാണും, കലക്ടറെ കാണും, കലക്ടറുടെ PA കാണും, മന്ത്രിയെ കാണും, മന്ത്രിയുടെ PA കാണും, എല്ലാവരെയും കണ്ടാലും ആരും ഒന്നും പറയുക. അങ്ങനെ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ 90 ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്ക് 6 എന്ന അക്കം എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈഫ് എന്നോട് പറയുകയാണ്, നമുക്ക് കലക്ടറെ കാണാൻ പോയാലോ എന്ന് വെച്ച്. അങ്ങനെ ഞാൻ കലക്ടറെ കാണാൻ വേണ്ടി ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. കലക്ടറുടെ ഓഫീസിൽ ചെന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കലക്ടറെ കണ്ടു. കലക്ടർ പറഞ്ഞു, ഇത് ഞാൻ ഒക്ടോബർ 6-ാം തീയതി ഞാനിത് സൈൻ ചെയ്ത് തഹസീൽദാറുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തഹസീൽദാരെ പോയി കണ്ടു. തഹസീൽദാർ 16-ാം തീയതി ഇത് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും വന്ന് വില്ലേജ് ഓഫീസറെ പോയി കണ്ടപ്പോൾ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, 26-ാം തീയതി വില്ലേജ് ഓഫീസർ എനിക്ക് ഇത് സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ 6 എന്നുള്ള അമ്മയുടെ മഹത്വപൂർണ്ണമായ നമ്പർ എനിക്ക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അവിടെ ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപം കൊണ്ടുപോയിരുന്നു. അത് ഞാൻ വീടിൻ്റെ സ്ഥലത്തിൻ്റെ 4 മൂലയിലും കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ടാണ് 6 എന്ന അക്കത്തിലൂടെ
എന്നെ മാതാവ് ശക്തമായ രീതിയിൽ അനുഗ്രഹിച്ചത്. ഇപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളെല്ലാം അതിന് ശേഷം അവിടെയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മാതാവ്. എൻ്റെ ബാലൻസായിട്ട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വലിയ സാക്ഷ്യം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം, അതിശക്തമായ മണം ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചു, മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്നും ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടായിരുന്നു. 3 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, അതിനൊരു കുറവുമില്ല. അങ്ങനെ ഒരു ദിവസം ഉടമ്പടി ധ്യാന പ്രാർത്ഥനയിൽ ധ്യാനം നടക്കുന്ന സമയത്ത് അച്ഛൻ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ആരാധന സ്ഥലങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്ന് പോയി എന്നറിയത്തില്ല, ഉടമ്പടി വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്ന് പോയി എന്നറിയുന്നില്ല. അതിനുശേഷം ഒരു 7 മാസമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ എൻ്റെ ശരീരത്തിലുള്ളതായിട്ട് എനിക്ക് അറിവുള്ളതില്ല. രണ്ടാമതായിട്ടുള്ളത്, മോൾക്ക് എന്നും തലവേദനയായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ തലവേദനയായിരിക്കും. സൗണ്ട് പ്രശ്നം, സ്കൂളിൽ ടെൻഷനാണോ എന്നറിയത്തില്ല. അങ്ങനെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുണ്ടായി തലവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ മോളുടെ തലവേദനയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ മോളെ ധ്യാനിച്ച് മോളുടെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് തലവേദന ഇപ്പം നിശേഷമില്ല എന്ന് പറയാം. അത് ദൈവമാതാവ് എടുത്തു മാറ്റി തന്നിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് നല്ല അഹങ്കാരമുള്ള ഒരാളായിരുന്നു ഞാൻ. ആത്മീയ ജീവിതത്തിൽ നല്ല അഹങ്കാരം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രൂപതയുടെ സെക്രട്ടറിയാണ്. ഞാൻ പല കാര്യങ്ങളിലൂടെയും രൂപതയിലൂടെ വളർന്നു വന്ന ആളാണ്. മിഷൻ ലീഗ് തൊട്ട് ഏകദേശം എല്ലാ സംഘടനകളിലും ഞാൻ പ്രവർത്തിച്ച് വന്ന രൂപതയിൽ സെക്രട്ടറി ആയ ആളാണ്. അത് കാരണം നല്ല അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അത് എന്നെ മാതാവ് എളിമപ്പെടുത്താൻ സാധിച്ചു. എനിക്ക് മാതാവിലൂടെ തന്നെ എൻ്റെ ജീവിതം എളിമപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയും. ആരെന്ത് ചെയ്താലും എനിക്കതിന് കുറ്റം ഉണ്ടായിരുന്നുള്ളൂ. ആരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ. അതെല്ലാം മാറി ഇപ്പോൾ ഞാൻ മെല്ലെ പുറകിലേക്ക് മാറി നിന്ന് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ നല്ലോണം വഴക്ക് പറയും, ചീത്ത വാക്കുകൾ പറയും, തെറിയൊക്കെ പറയുമായിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ചീത്ത വാക്കുകളോ ദേഷ്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സാധാരണ നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എൻ്റെ വൈഫടക്കം പറയാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് ഉടമ്പടിയിലൂടെ പോകുന്നത് കൊണ്ട് എന്ന് പറയാൻ തുടങ്ങി. നല്ല അടുക്കും ചിട്ടയായ ജീവിതം. കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് പങ്കെടുത്തിട്ടേ ഇല്ല. എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ശനിയാഴ്ച ദിവസം പറ്റുവാണെങ്കിൽ പോകും. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ദിവസം പറ്റിയല്ല. കാരണം ഞാൻ രാവിലെ, ഞാൻ കൃഷിക്കാരനാണ്, എനിക്ക് റബ്ബർ വെട്ടാനുണ്ട്. രാവിലെ 3 മണിക്ക് പോയി വെട്ടി വന്നതിന് ശേഷമാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. അതിന് ശേഷമാണ് പാലെടുക്കാൻ പോവുക. എല്ലാം മാതാവ് ക്രമമായിട്ട് എന്നെ നടത്തുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിലേക്ക് ആരെങ്കിലും ആ സമയത്ത് വരുന്നതൊക്കെ ലേശം മുറുമുറുപ്പാണ്. കാരണം അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കത് കേൾക്കാൻ, ലൈവായിട്ട് ആ സമയത്ത് കേൾക്കാൻ, പിന്നീട് കേൾക്കുന്നേക്കാളും എനിക്കിഷ്ടമാണ് അപ്പോൾ കേൾക്കുന്നതാണ്. ആ കേൾക്കാനുള്ള ആവേശത്താൽ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കൊരു ചെറിയ ഒരു സങ്കടമൊക്കെ വരും. പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് അത് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട്. ദേഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് അസാധാരണ ദേഷ്യമായിരുന്നു. പെട്ടെന്ന് ചൂടാകുക, അവരോട് എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല. വായി വരുന്നതെല്ലാം പറയും. ആ സമയത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. അത്രയേറെ ചീത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം മാറി ഇപ്പോൾ അവരെ സോഫ്റ്റായിട്ട് എല്ലാവരെയും ഒരേ പരിഗണനയിൽ നിലത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായന എന്തായാലും നടത്തിയിരിക്കും. അത് എത്ര സമയം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കണ്ടിന്യൂസ് എനിക്ക് 15 മിനിറ്റ് പ്രാർത്ഥിച്ച് വായിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അരമണിക്കൂർ എനിക്ക് വായിക്കണമെന്ന് നിർബന്ധം പോലെയാണ്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് വായിക്കും എല്ലാ ദിവസവും. അതേപോലെ തന്നെ കൊന്ത ഞാൻ കഴിയുന്ന അത്ര ഭാഗം ഞാൻ നല്ലവണ്ണം ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കിട്ടും. എനിക്കൊരു സ്കൂൾ വണ്ടിയുണ്ട്. ആ സ്കൂൾ വണ്ടിയിൽ പോകുന്ന സമയം
പിള്ളേരെ കയറ്റുന്ന സമയം തൊട്ട് 1 മണിക്കൂറോളം എനിക്ക് അങ്ങനെ തന്നെ കിട്ടും, തിരിച്ചു 1 മണിക്കൂർ കിട്ടും. അപ്പോൾ എനിക്ക് ആ സമയം മുഴുവൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പിള്ളേർ പുറകിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയാലും എനിക്കത് വിഷയമല്ല. ഞാൻ ആ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ മണിക്കൂർ ഞാൻ ശരിക്കും കൊന്ത ചൊല്ലി തന്നെയാണ് പോരുന്നത്. അത് കാരണം എനിക്ക് പല അപകടങ്ങളും എൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കോ എൻ്റെ വണ്ടിക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെല്ലാം ഇതിൻ്റെ ഫലമായിട്ടാണെന്നാണ്. അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത് ആദ്യം വീടുകൾ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെയായിരുന്നു. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് വണ്ടിയെ കയറിയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്നോട് പറയുന്നു, നാളെ മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് ഒരു അശരീരി പോലെ കേൾക്കുകയുണ്ടായി. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ഞാൻ രാവിലെ വിശുദ്ധ കുർബാന കൂടി, അന്ന് ഞായറാഴ്ചയാണ്, പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കൂടി വീട്ടിൽ വന്നു, ചായ കുടിച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു എങ്ങോട്ടാണ് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് പോവുകയാണ്, മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പെട്ടെന്ന് പോകുന്നത്? ഞാൻ പറഞ്ഞു ഈ പത്രമൊക്കെ ഒന്ന് കൊടുക്കണം, ഇങ്ങനെ ഒരു ദർശനം പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. മുഴുവൻ പത്രവും ഞാൻ തൈലം പൂശി ഇവിടുന്ന് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലിയാണ്. ഏകദേശം വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. അത് ഞാൻ വണ്ടി ഓടിച്ച് ചെന്ന് അവിടെ വണ്ടി സൈഡാക്കി ഇറങ്ങി ഫസ്റ്റ് പത്രം കൊടുക്കുന്ന ഒരു ചേച്ചിക്കാണ്. ആ ചേച്ചി പറഞ്ഞു, നിങ്ങളൊരു മാലാഖയാണ് മോനെ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഈ പത്രത്തിന് വേണ്ടി 3 ദിവസമായി ഇതിനെ തപ്പി നടക്കുന്നു, ഇവിടെ എങ്ങും കിട്ടാനില്ലായിരുന്നു. അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ICUവിൽ വെൻറ്റിലേറ്ററിലാണ്, അവൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം കൊടുത്തു. തൈലം ഉണ്ടായിരുന്നില്ലായിരുന്നു. അവർ ചോദിച്ചിരുന്നു തൈലം, അതെനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ചേച്ചിക്ക് കൊടുത്ത ശേഷം 10 മിനിറ്റ് കൊണ്ട് എൻ്റെ 3 കെട്ട് പത്രവും എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മറിച്ച് നോക്കുന്നതാണ് കാണുന്നത്. ആ പത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് ആരും അന്നത്തെ ദിവസം എന്നോട് ഒരു പത്രം പോലും വേണ്ടാന്ന് പറഞ്ഞില്ല. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ പത്രവും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അതിനുശേഷം വന്ന പുതുക്കലിന് ശേഷവും ഞാൻ പത്രം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. ആ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ആൾക്കാർക്കും, അവിടെ ആരും ഇല്ലയെന്ന് പറയുന്നത് വളരെ ചുരുക്കം, 1-2 പേരുകളെ വേണ്ടാന്ന് പറയുന്നുള്ളൂ. എങ്കിലും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങും. അവർ എന്തെങ്കിലും മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക ചെയ്യുക. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്ര അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു, എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 30 വചനമാണ്. ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ജോലിയിലുള്ള നഷ്ടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അനിശ്ചിതത്വങ്ങൾ, ഇവയെല്ലാം നമ്മെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു മനസ്സിലൊരു നമ്മുടെ ഒരു സമാധാനം പോകുന്ന ഒരു പ്രശ്നങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്കൊരു സമാധാനം ലഭിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും അടുത്തുള്ള ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോഴാണ്. എന്ത് പ്രശ്നമായാലും നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് നമുക്ക് ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനും ഈശോയിലേക്ക് അമ്മ നമ്മെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോയും അമ്മയും തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്, ഈശോയുടെ കരങ്ങളിലേക്ക്. ഈശോയുടെ സ്നേഹവും കരുണയും രോഗസൗഖ്യവും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു മകനാണ് നമ്മുടെ മധ്യയിൽ ഇപ്പോൾ ഉള്ളത്. അനീഷ് വി ചാക്കോ എന്ന മകൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഓരോരുത്തരും കേട്ടത്. ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിന്ന് ആ മക്കളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്.
അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് സങ്കീർത്തനത്തിലെ 147 സങ്കീർത്തനം 3 വചനം പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളും രോഗാവസ്ഥകളും നമ്മുടെ എന്ത് തന്നെ പ്രശ്നമായാലും എല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകാം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ആ അമ്മയാണ് നമ്മുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. അനീഷിനും കുടുംബം തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന്. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്, അമ്മ റാണി, ഇത് ഞങ്ങളുടെ മകള് എസ്ര ജോസഫ്. ഞങ്ങൾ വരുന്നത് ചൊവ്വര ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 28-ാം തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ BSc MLT വിദ്യാർത്ഥിനിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കയറിയ സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പരീക്ഷകളിലെല്ലാം നമുക്ക് എത്ര പഠിച്ചാലും എനിക്ക് എഴുതി എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ ഓരോ പരീക്ഷകളിലും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ എക്സാമിലെല്ലാം കൈപിടിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പരീക്ഷകളും പിന്നീട് പേടി കൂടാതെ എനിക്ക് എഴുതിയെടുക്കാനും എല്ലാ പേപ്പറുകൾ ക്ലിയർ ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നീട് 2023 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 2023 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് നിയോഗമായിരുന്നു ഒരു കുഞ്ഞ്. എനിക്ക് PCOD ഉള്ളതിനാലാണ് ഞാൻ ആ നിയോഗം ആദ്യമേ എഴുതിയത്. 2018 PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പീരീഡ്സ് ഇറഗുലറായ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ഞാൻ പുതുക്കിയപ്പോൾ ആദ്യം ആ നിയോഗം വെച്ചത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയ കാലത്ത് ആദ്യത്തെ 1 വർഷക്കാലം എനിക്ക് ഏകദേശം 1 വർഷക്കാലം തന്നെ എനിക്ക് പീരീഡ്സ് ഇറഗുലറായിരുന്നു. എൻ്റെ ആഗ്രഹം എനിക്ക് മരുന്ന് കഴിക്കാതെ തന്നെ പീരീഡ്സ് റെഗുലർ ആകണം എന്നുള്ളതായിരുന്നു. എന്നിട്ട് കൺസീവ് ആയാൽ മതി എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിശ്വാസിയായി പോവുമല്ലോ. അങ്ങനെ മാതാവിന് കൊടുത്ത വാക്ക് മറന്നിട്ട് മെഡിസിൻ എടുത്ത് ഞാൻ പീരീഡ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ മാതാവ് മറന്നിട്ടില്ല, ഞാൻ മറന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡ് കാണിച്ചു തന്നു. പിന്നീട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് 1 മാസക്കാലം ഞാൻ കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു കുഴപ്പവും വരാതെ ഞാൻ കാത്തോളണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൈനയിലാണ് സെറ്റിലായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. മാതാവിന് കൊടുത്ത വാക്ക് മറന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ. അങ്ങനെ അത് ഫൈബ്രോയിഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്താലാണ് അടുത്ത സ്റ്റഡിക്ക് വിടുമ്പോഴാണ് എന്താണെന്നുള്ളത് പറയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും എന്നെ മാതാവ് കൈവിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് 2 മാസത്തിന് ശേഷം ഞാൻ പിന്നെ മരുന്നുകളൊന്നും എടുത്തിട്ടില്ല. മരുന്ന് എടുക്കുമ്പോൾ എനിക്ക് സ്പോട്ടിങ് കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പീരീഡ്സ് പ്രോപ്പർ അല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് എന്നെ തോന്നിപ്പിച്ചത് എക്സസൈസൊക്കെ ചെയ്താൽ പോലും PCOD കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത്രയും നാൾ നമ്മളിങ്ങനെ കേൾക്കുമെങ്കിലും അത്ര കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് മരുന്ന് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നീട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് അങ്ങനെ ശ്രമിച്ച് നോക്കുന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഡയറ്റ് എടുത്ത് അങ്ങനെ മാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതിലെന്നെ കൈവിടരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ 1 മാസം ആയുള്ളൂ. ആ 1 മാസത്തിന് ശേഷം തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി 4ാമത്തെ മാസമാണ് ഞാൻ കൺസീവ് ആവുന്നത്. അങ്ങനെ കൺസീവായി 9 മാസക്കാലം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് ശേഷവും ഒരു കുഴപ്പമില്ലായിരുന്നു. ഓരോ ദിവസവും അമ്മയുടെ കരം പിടിച്ച് നടത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 2025 ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. 2025 സെപ്റ്റംബർ 30-നാണ് ഞങ്ങൾക്ക് ഈ മകളെ നൽകി അനുഗ്രഹിച്ചത് അമ്മ മാതാവ്.
മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യുകയാണിതിൽ. കാരണം ഞാൻ മറന്ന പല കാര്യങ്ങളും അമ്മ മാതാവ് എന്നെ ഇതിലൂടെ ഓർമ്മിപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ നിറവേറ്റാതെ വന്നപ്പോഴും അമ്മ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള എൻ്റെ അടയാളമാണ് ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയത്. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ 2022 ഡിസംബർ 26-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി വെച്ച 6 നിയോഗങ്ങൾ 6ഉം എനിക്ക് സാധിച്ചു തന്നു. അതിൽ ഒന്നാമത്തെ നിയോഗമായിരുന്നു മകൻ്റെ വിവാഹം. മകൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത്. വർഷത്തിൽ 10 ലീവാണ് മകന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ 10 ദിവസം കൊണ്ട് നാട്ടിൽ വന്ന് വിവാഹം നടത്താനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വയസ്സ് 31ആയി. ഇവർ തമ്മിൽ പരിചയം ഞങ്ങൾ വീട്ടുകാർ കൂടി തീരുമാനിച്ച കല്യാണമാണ്. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇവൻ നാട്ടിൽ ലീവിന് വരാതെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് പറയും ആ കൊച്ചിൻ്റെ കാരണവന്മാർക്ക് വിഷമം ഉണ്ടാവും, ഈ കല്യാണം നീണ്ടു പോകുമ്പോൾ. അപ്പോൾ എത്രയും വേഗം ഈ കല്യാണം നടത്തണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയും ഇതൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ, അവന് ഇവിടെ വന്ന് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ജോലി രാജിവെക്കണം, ആ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവണം, അതല്ലെങ്കിൽ തൽക്കാലം ഇതേപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് നിൻ്റെ കല്യാണം നടത്തി തരും, നീ ലീവിന് അപേക്ഷിച്ചോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപായി തന്നെ അവൻ്റെ വിവാഹം നടന്നു. ഡിസംബർ 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത ഏപ്രിൽ മാസത്തിൽ അവൻ്റെ കല്യാണം നടന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ ഓരോരോ നിയോഗം വയ്ക്കാറുണ്ട്. ആ നിയോഗത്തിൽ പല കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാരും കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. പിന്നെ അടുത്ത നിയോഗമായിരുന്നു മകൾ ഇവിടെ ലിസിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ ചൈനയിലും. അപ്പോൾ എനിക്ക് ഇവരൊരുമിച്ച് ജീവിക്കണം, രണ്ടുപേരും 2 ദിശയിലായിട്ട് നിൽക്കുന്നത് ശരിയല്ല, ഇവരൊരുമിച്ച് ഇവരുടെ കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് വന്നാണ് ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചു. ഇവരൊരുമിച്ച് സെറ്റിലാവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അതുപോലെ തന്നെ ആ അവസരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിന് ഈശോയ്ക്കും ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും സാധിക്കുന്നത് എല്ലാ മാസവും വരാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എല്ലാ മാസവും വരാറുണ്ട്. അഥവാ എനിക്ക് വരാൻ സാധിക്കാത്ത മാസങ്ങളിൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുത്തു വിട്ട് ഞാനിവിടുന്ന് പത്രം മേടിച്ച് ഞാൻ അവിടെ വിതരണം ചെയ്യും. പിന്നെ യൂട്യൂബിൽ 5:30 പ്രാർത്ഥന ഞാൻ 4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ 5:30 പ്രാർത്ഥന വീട്ടിൽ ഞാനും ഭർത്താവേ ഉള്ളൂ, മക്കൾ സ്ഥലത്തില്ലല്ലോ, ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരിക്കും പ്രാർത്ഥന ചെല്ലണേ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ആ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ചൊവ്വാഴ്ചത്തെ ആരാധന, അച്ഛൻ്റെ ആരാധനയിൽ ഇവിടെ വരുന്ന ദിവസമാണ് ഞായറാഴ്ചയാണ് ഞങ്ങൾ വരാറ്. അങ്ങനെയാണെങ്കിൽ ലൈവ് കൂടും. അതല്ലാത്ത ദിവസം ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുമ്പോഴത്തേക്ക് ഇത് യൂട്യൂബിലിടുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരിലേക്കും ഞാനത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ മാസവും പൈസ മക്കളുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ തരുന്ന പൈസയിൽ ഞങ്ങൾ കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം എനിക്ക് അറിയാവുന്ന വീടുകളിലേക്ക് ഞങ്ങൾക്ക് മേടിക്കുന്ന അത്രയും എല്ലാ സാധനങ്ങളും എത്തിച്ചില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള അരി സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മരുന്നുകൾ മേടിക്കാനായിട്ടും സാമ്പത്തികമായിട്ട് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പോകും. കുറച്ച് നാൾ പൊതിയോറ് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ വരുമായിരുന്നു. പിന്നെ എനിക്കത്രയും വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വണ്ടിക്കാരനെ കിട്ടണം, അവർ നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല. അന്നാളിൽ എനിക്ക് കാലുവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കാൻ തുടങ്ങിയത്. അതുപോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തുള്ള വീടുകളിലാണെങ്കിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞാലും, ഒരു സുഖമില്ലാത്ത കിടപ്പ് രോഗിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ ഓടിച്ചെല്ലും. അതുപോലെ അവർക്ക് വസ്ത്രങ്ങൾ കഴുകി കൊടുക്കാനുണ്ടെങ്കിൽ
ഞങ്ങളുടെ അടുത്ത് പുഴയുണ്ട്, ഞാൻ അവിടെ കൊണ്ട് കഴുകി എല്ലാം ചെയ്തു കൊടുക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്നിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇനി സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എത്ര വേണം, എങ്ങനെ കൊടുക്കണം എന്ന് മോനോട് പറഞ്ഞാൽ മതി, മോൻ അയച്ചു തരും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഒത്തിരി ധനവാന്മാരല്ലെങ്കിലും ഞങ്ങൾ അത്ര ഇതായിട്ടുള്ളവരൊന്നുമല്ല, മക്കളുടെ ഇതുകൊണ്ട് തന്നെ ജീവിക്കണത്. എന്നിരുന്നാലും മോനോട് പറഞ്ഞാൽ എത്ര വേണമെന്ന് ചോദിക്കുള്ളൂ, അത് ആർക്കായാലും മോൻ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. ഇത്രയും കൃപ ഞങ്ങൾക്ക്. ബൈബിൾ വായന, അത് സമയമൊന്നും നോക്കി ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാറില്ല. ഇത്ര സമയം എന്നില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ വായിക്കും, ചിലപ്പോൾ എത്രയോ പേജുകൾ അങ്ങനെ ഇരുന്ന് വായിക്കും. അത് സമയം അങ്ങനെ നോക്കിയുള്ള വായനയൊന്നുമില്ല. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 5:30 ഇവിടെ പള്ളിയിൽ, ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളി ഇവിടുത്തെ 5:30 ഡെയിലി ബ്രെഡ് കഴിഞ്ഞാൽ പള്ളിയിൽ പോവും. അവിടെ ചെന്ന് അരമണിക്കൂർ മുട്ടുമ്പോൾ നിന്ന് കൊന്തയില്ലതിന് ശേഷമാണ്, ദിവ്യബലിക്ക് അച്ഛൻ അൾത്താരയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മുട്ടുമെന്ന് എഴുന്നേക്കുള്ളൂ. അത് ഒരുപാട് അനുഗ്രഹം എനിക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ജിസ്ന എന്ന മകളുടെ ഒരു വലിയ സാക്ഷ്യവും, അമ്മ അവർക്ക് വേണ്ടി എപ്പോഴും ഉടമ്പടിയിലെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ്. കുടുംബത്തിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഇവർ നന്ദി പറയുകയാണ്. ജിസ്ന BSc നഴ്സിംഗിൽ സപ്ലി വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതും. വിവാഹത്തിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ ബന്ധം ഉറപ്പിച്ചുകൊണ്ടാണ് അവർ BSc നഴ്സിംഗ് പാസ്സായി അതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം 2 വർഷം PCOD പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മകൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും അതിനെ തുടർന്ന് മരുന്ന് കഴിച്ചപ്പോൾ ഒരു വിശ്വാസ പരീക്ഷണം എന്നോണം മകൾക്ക് ഫൈബ്രോയിഡ് ഫോം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളുടെ എല്ലാം ഉപയോഗത്തിലൂടെ വിശ്വാസത്തോടുകൂടി ഇവർ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്ക് ഒരു നല്ല കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുകയാണ്. ജിസ്ന ഏറ്റുപറയുന്ന ഒന്ന് മാത്രമാണ്, എത്ര തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നാലും, എൻ്റെ അലസത മൂലമോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എവിടെയെങ്കിലും ഒരു തകർച്ചകളിലൊക്കെ ഉണ്ടായാലും പരിശുദ്ധ അമ്മ എന്നെ കൈവിട്ടിട്ടില്ല. എനിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു, ഉയരുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് മകൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമാണ്, മകൻ്റെ വിവാഹം നടക്കാതിരുന്നപ്പോൾ എല്ലാ ദിവസവും മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറ്റിത്തരണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ചില പൊസിഷൻ ഉണ്ടായിരിക്കണം, ഡിസ്പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും മുട്ടിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്നത് ഇരുന്നുകൊണ്ടാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു ഡിസ്പൊസിഷൻ ഉണ്ടാകണം. അമ്മ ആ പ്രാർത്ഥന വളരെ ഭംഗിയായി കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ത്യാഗത്തോടെ പ്രാർത്ഥിച്ച് വലിയ അനുഗ്രഹങ്ങളാണ് അവരുടെ കുടുംബത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ആദായത്തിൻ്റെ, അവരുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ശതമാനം മറ്റുള്ളവരെ സഹായിക്കുവാനും അങ്ങനെ ഒരു സ്പിരിച്വൽ ആസ്തി, ഒരു സ്റ്റോറേജ് അവർക്ക് സ്വർഗത്തിൽ നേടിയെടുക്കുവാനും ഈ മക്കളെപ്പോഴും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ സാധ്യതകളെയും അവർ ഈശോയുടെ നാമത്തിൽ ഉപയോഗിക്കുന്നു. എത്ര തന്നെ സാധ്യതകൾ ഇല്ലാതിരുന്നാലും നമ്മുടെ യോഗ്യതകളെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് കുഞ്ഞുണ്ടാകാനുള്ള യോഗ്യതയില്ല, എനിക്കൊരു ജോലി കിട്ടാനുള്ള യോഗ്യതയില്ല, അവിടെയെല്ലാം കൃപ നിറയുമ്പോഴാണ്
നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിച്ചുകൊണ്ട് പടർന്നു പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്നേഹം കൈമാറുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ഒരു ക്രിസ്തു കൈമാറ്റം നടത്തുവാനും നമുക്ക് സാധിക്കുന്നത്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: നടന്ന് കൃപാസനത്തിലേക്ക് വരുന്നവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പറന്നു പോകുന്നതായി കാണാം. നമുക്ക് മറ്റുള്ള പ്രാർത്ഥനകളുടേതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രീതിയല്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ പള്ളികളിലും നമ്മുടെ പള്ളികളോട് ചേർന്നുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്രിസ്തു കൈമാറ്റവും ക്രിസ്തു ജീവിതവും ക്രിസ്തു രൂപീകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. ചിലരെല്ലാം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പറയാറുണ്ട്, ഞങ്ങൾക്ക് വിദേശത്തായിരുന്നുകൊണ്ട് കുമ്പസാരിക്കാൻ സാധിക്കുന്നില്ല. ഏതൊരു വൈദികനും കുമ്പസാരം ഒരിക്കലും നിഷേധിക്കുകയില്ല. അവർക്ക് ഭാഷയുണ്ടാകും, അവിടെ ആ ഭാഷയിലാകുമ്പോൾ ആ ഭാഷ ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും ഒരു പ്രീസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിലോ ആ ലോക്കൽ ലാംഗ്വേജിലോ നമുക്ക് കുമ്പസാരിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള എല്ലാ സഹായങ്ങളും അവർ ഉറപ്പായും ചെയ്തു തരും. അതിന് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ അനാസ്ഥ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മുടെയാണ് ഉത്തരവാദിത്വം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഉടമ്പടി ജീവിതം കാഴ്ചവെക്കുവാനായിട്ടുള്ള പരിശ്രമത്തിനായി നമുക്ക് പ്രോമിസ് ചെയ്തുകൊണ്ട് ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ലഭിച്ച ജിസ്നയ്ക്കും കുടുംബ